മിഴി മാധവിൻ്റെ മൗഷ്മി. വായിച്ചു കഴിഞ്ഞാൽ മൗഷ്മി എന്നൊരു പേരല്ലാതെ മറ്റൊരു പേര് ഈ നോവലിന് ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം അത്രയും മനോഹരമായിട്ടാണ് മാഷിന്റെ മഷിപ്പെണ്ണിന് വിനയന്റെ മൗഷ്മിക്ക് എഴുത്തുകാരി ജീവൻ നൽകിയിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത് വായിച്ചതിൽ കഥയെക്കാളും കഥാസന്ദർഭങ്ങളെക്കാളും ആഴമുള്ളൊരു കഥാപാത്രം, അതാണ് മൗഷ്മി. വിനയന്റെ ജീവിത പങ്കാളിയായി മംഗലത്ത് വീടിന്റെ മരുമകളായി വലതുകാലെടുത്ത് വെച്ച് കയറേണ്ടിയിരുന്ന മൗഷ്മിയുടെ ജീവിതം മാറി മറിഞ്ഞത് ഒറ്റ ദിവസം കൊണ്ടാണ്. സ്വന്തം ബന്ധങ്ങളെക്കാളും സ്വത്തുക്കൾക്ക് വില നൽകിയ ബന്ധുക്കളുടെ ചതിയിൽ കരുണം മാഷും വിഭാമയും എരിഞ്ഞടങ്ങിയപ്പോൾ അനാഥയായി പോയത് മൗഷ്മിയായിരുന്നു. അതേ ബന്ധുക്കൾ അധികം വൈകാതെ അവൾക്ക് വേണ്ടി ഒരു ചിതയൊരുക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം വിനയനോട് പോലും ഒന്നും പറയാതെ, അവനെ ഒന്നും അറിയിക്കാതെ അവൾക്ക് ഓടി ഒളിക്കേണ്ടി വന്നത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം തന്റെ ജീവന്റെ ജീവനായ വിനയന്റെ വിവാഹ തലേന്ന് രാത്രി ആ മംഗലത്ത് തറവാട്ടിലേക്ക് ക്ഷണിക്കപ്പെടാത്തൊരു ബന്ധുവായി അവൾക്ക് വീണ്ടും വരേണ്ടി വന്നു. അതുവരെ ആരും കാണാത്ത, ആർക്കും അറിയാത്ത ഒരു മൗഷ്മിയാണ് മംഗലത്തുകാർ അവിടെ കണ്ടത്. ആ തിരിച്ചുവരവിൽ എല്ലാ അർത്ഥത്തിലും വിജയിച്ച അവൾ ഒരാളുടെ മുന്നിൽ മാത്രം തോറ്റുപോയി, വിനയന്റെ മുന്നിൽ, അവന്റെ സ്നേഹത്തിന് മുന്നിൽ. പ്രണയത്തിന് മാത്രം വില കൊടുക്കാതെ കുടുംബ ബന്ധങ്ങൾക്കും സുഹൃത്ത് ബന്ധങ്ങൾക്കും ആത്മബന്ധങ്ങൾക്കും പരസ്പര വിശ്വാസങ്ങൾക്കും വില കൊടുത്തെഴുതിയ നോവൽ, അതാണ് മൗഷ്മി. ഒരു പതിറ്റാണ്ടിലേറെയായി പ്രതിലിപി ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ കവിതകളും നോവലുകളും തുടർക്കഥകളും ചെറുകഥകളുമായി സജീവമായ മിഴി മാധവിന്റെ ആദ്യ പുസ്തകം. വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കുക. മിഴി മാധവ് എഴുതി മാൻകൈൻഡ് പബ്ലിഷ് ചെയ്ത മൗഷ്മി.